കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തൃത്വം എന്ന വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ്, കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 നിലയിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയായ ദൈവം, പുതിയ നിയമത്തിൽ വെളിപ്പെട്ട പുത്രനാകുന്ന ദൈവം, ഇന്ന് നാം കാണുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ഇവിടെ അത് അങ്ങനെ ഒരു തിരിച്ചറിവിന് വേണ്ടി അങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് തെറ്റുന്നു. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തെ 3ആയി കാണാൻ സാധ്യമല്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 17:3 ഇങ്ങനെയാണ് പറയുന്നത്: ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ അവിടെ ഏക സത്യ ദൈവം എന്നാണ് ദൈവത്തെ പരിചയപ്പെടുന്നത്. അപ്പൊ ഏകവും സത്യവുമായവൻ, അപ്പൊ അവൻ ഏകനാണ്. ആ ഏകനായ ദൈവത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നത് ദൈവം ആത്മാവാണ്, ഗോഡ് ഈസ് സ്പിരിറ്റ്. അങ്ങനെയാണെങ്കിൽ പിതാവായി ദൈവം എന്ന നിലയിൽ നിന്നത് ഹല്ലേലൂയ ആത്മാവിനാണ്. ആത്മാവാണ് ദൈവം, ദൈവമാത്മാവ്. യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പൊ ആത്മാവിനാലാണ് യേശുവിലും പുത്രത്വം വസിച്ചത്. ഇപ്പൊ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശു മറിയയിൽ ഉരുവായത് ആത്മാവിനാലാണ്. യേശു നിറഞ്ഞത് ആത്മാവിനാലാണ്. യേശുവിന്റെ ശുശ്രൂഷയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. യേശു നിത്യാത്മാവിനാലാണ് തന്നെ നിഷ്കളങ്കമായി ഏൽപ്പിച്ചു കൊടുത്തത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, അപ്പൊ ആത്മാവാണ് യേശുവിനെ ഉയർപ്പിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിന് വളരെയേറെ പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിൽ 3 ദൈവം എന്ന കാഴ്ചപ്പാട്, അല്ലെങ്കിൽ 3 പേഴ്സണാലിറ്റി എന്ന കാഴ്ചപ്പാടിനപ്പുറത്ത് ഒരുവൻ തന്നെയാണ് ദൈവം. ഒരുവൻ, അവൻ നിങ്ങളിൽ വസിക്കുമ്പോൾ, അതെ ഹല്ലേലൂയ, നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. യേശുക്രിസ്തുവിന്റെ ഉരുവായത് മുതൽ ഉയർപ്പ് വരെ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ആമേൻ ഓരോ നാളും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ ചേർന്ന് നടക്കാം. അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല സഹായിയാണ്, നല്ല കൂട്ടാളിയാണ്. അവനാണ് നമ്മുടെ സർവ്വവും. ആ ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ ഇന്ന് പകൽ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.